അവൻ ഏകദേശം 15 തവണ ഫോണിൽ സാറുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. സിം എടുത്ത ഐഡികൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എല്ലാം എത്തിയത് സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്തവരിലാണ്. ആദ്യത്തെ 2 കൊലപാതകങ്ങൾ നടന്നത് ഇടുക്കി ജില്ലയിൽ, മൂന്നാമത്തേത് എറണാകുളത്തും. സാമുവൽ സാറാണ് ഇതിന് പിന്നിലെ സീരിയൽ കില്ലറുടെ സാന്നിധ്യം മനസ്സിലാക്കിയത്. DNA റിപ്പോർട്ട്സിനൊന്നും കൺസിസ്റ്റൻസി ഇല്ല. ബോഡി ഹെയർസ്, ബൈറ്റ് മാർക്സ് പലയിടത്തും പല തരത്തിലാണ്. സാധാരണ സീരിയൽ കില്ലർമാരെ പോലെ കില്ലിങ്ങിൽ ഒരു പ്രത്യേക മാതൃക ഫോളോ ചെയ്യുന്ന ആളല്ല. മയക്കുമരുന്ന് കുത്തിവെച്ചും ശ്വാസം മുട്ടിച്ചുമാണ് കൊലപാതകങ്ങൾ. ചില കുട്ടികൾ ദിവസങ്ങളോളം പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിനർത്ഥം മറഞ്ഞിരിക്കാൻ അവനൊരിടം കാണും. തീർച്ചയായും മറഞ്ഞിരിക്കുന്നവൻ മാന്യനാകും. ബോഡികൾ വായിലൂടെ ബാൻഡിട്ട് മൂക്കിൽ നോസ് ക്യാപ്പുകൾ ഫിറ്റ് ചെയ്ത് ക്ലൗണിനെ പോലെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്.